ഹേ ഗായ്സ് വെൽക്കം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ സെർവറിൽ എങ്ങനെയാണ് ലാൻഡ് ക്ലൈം ചെയ്യാമെന്ന് പറഞ്ഞത്. സോ ബെഡ്റോക്ക് സെർവർ ആയതുകൊണ്ട് പ്ലഗിനല്ല, സോ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ എൻ്റെ സെർവറിൽ എൻ്റെ ബേസിലാണില്ല, നിങ്ങളെ ബേസിൽ പോവുക, എന്നിട്ടൊരു സാധനം ഉണ്ടാക്കാനുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പി ഇതിൻ്റെ കാണുന്നത് കണ്ടോ, നിങ്ങൾ ലോക്കിൻ്റെ ചിത്രം കാണുന്നുണ്ടല്ലേ, ഒരു ഐക്കോൺ, ഒരു ഐറ്റം. സോ അതിൻ്റെ ഒരു റെസിപ്പി, അതിങ്ങനെ ഉണ്ടാക്കുന്നില്ലെന്ന റെസിപ്പി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. സ്ക്രീനിൽ ഇപ്പോൾ കാണാം. ഈ സാധനമാണ് ലാൻഡ് ക്ലൈം, ലോക്ക് ലാൻഡ് ക്ലൈം. നിങ്ങൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എന്തായാലും നിങ്ങൾ സ്ക്രീനിൽ കാണിക്കാം ഞാൻ എന്തായാലും. ഇനിയിപ്പം നമ്മൾ ഏരിയ ഉണ്ട്, ഞാനിപ്പോൾ ഈ ഏരിയ ആണ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു 2 മൂല നമുക്ക് കണ്ടുപിടിക്കണം. 2 ക്രോസ് ആയിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാലോ. എന്നിട്ട് ഞാൻ ഇപ്പം കുറച്ച് മേലോട്ട് പോവാണ്, അല്ലെങ്കിൽ പണി ഡാൻസിന്. ഇനി ഇവിടെ ഇങ്ങനെ വെക്കുന്നു. നിങ്ങൾ സ്ക്രൗട്ട് ചെയ്തിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ. അപ്പം വളരെ വായിച്ച സാധനം വന്നുണ്ടോ, അതിന് അടുത്ത സ്ഥലത്ത് പോകണം നമുക്ക്. ഞാൻ നേരത്തെ ആയിട്ട് പോകണം, കുറച്ച് വീഡിയോ സ്പീഡായിപ്പോയി, എനിക്കറിയാം. ഇനി നമ്മൾ അടുത്ത സ്ഥലം പോകണം. എനിക്ക് അടുത്ത സ്ഥലം കുറച്ച് താഴെയാണ് വേണ്ടത്. സോ ഞാൻ അങ്ങോട്ട് പോകും. ഇനി ഈ ഒരു ഏരിയ എനിക്ക് ആ ഒരു കേവ് ഫുള്ളും കിട്ടണം. അതിന് വേണ്ടിയിട്ട് മേലെ കൂടി ചുറ്റി കറങ്ങി പോകേണ്ടി വരും. താഴെ ഫുൾ മോപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രൗട്ട് ചെയ്തിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ. ആ ലോക്ക് എന്ന് പറയുന്ന സാധനം കൈ പിടിച്ചിട്ട് സ്ക്രൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നവർക്ക് നിങ്ങൾ ചെയ്താൽ മതി. ഫസ്റ്റ് ഏരിയ പോയി നിൽക്കുക, എന്നിട്ട് ആ സാധനം കൈ പിടിക്കുക, എന്നിട്ട് നിങ്ങൾ സ്ക്രൗട്ട് ചെയ്യുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. സ്ക്രൗട്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പം അവിടെ ഒരു സാധനം വരും, ലൈക്ക് കേട്ടോ, ഞാൻ ഹോൾഡ് ചെയ്യുമ്പോൾ കണ്ടോ, സ്ക്രൗട്ട് ചെയ്യണേ. സ്ക്രൗട്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു വെള്ള സാധനം വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 സൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ സ്ക്രൗട്ട് ചെയ്യാതെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. സ്ക്രൗട്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ സംഭവം വരും. അതിൽ ക്രിയേറ്റ് ഏരിയ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ഏരിയൻ്റെ നെയിം കൊടുക്കുക മേലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കോർഡിനേറ്റ്സ് വഴിയും സെറ്റാക്കാം കേട്ടോ. 2 സൈഡത്തെ കോർഡിനേറ്റ്സ് കൊടുത്താൽ മതി. ഇനി ഏരിയ നെയിം ഞങ്ങൾക്ക് ബേസിന് കൊടുക്കാം. ബേസിന് കൊടുത്താൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നും കൂടി ഹോൾഡ് ചെയ്യാം. ഒന്നും കൂടി ഈ സംഭവം ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങളൊന്നും കൂടി ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി ആക്സസ് എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾ പ്ലേയേഴ്സ്, നിങ്ങളുടെ ടീംമേറ്റ്സ് ആക്സസ് എങ്ങനെ കൊടുക്കുക വെച്ചാൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. മൈ ഏരിയയിൽ പോയാൽ നമ്മുടെ ക്രിയേറ്റഡ് ഏരിയ ആണ് ബേസ്. ഇപ്പോൾ ബേസ് ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ആരൊക്കെ പെർമിഷൻ ഉണ്ട്, ലൈക്ക് പെർമിഷൻ എന്താ, എനിക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഇപ്പം ബാക്കി നിങ്ങൾ സെലക്ട് നോക്കാട്ടോ, കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഞാനിപ്പം ഒന്നും കൂടി ഹോൾഡ് ചെയ്യുകയാണ്. ആക്സസ് എങ്ങനെ കൊടുക്കുക വെച്ചാൽ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഗിവ് ആക്സസ് പോവുക. അവിടെ പോയിട്ട് ബേസ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പം സെർവറിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതിയിട്ട് നിങ്ങൾ പ്ലെയറിനെ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതിന് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്ലെയറിന് ഇത് കിട്ടും, ആക്സസ് കിട്ടും. അപ്പോൾ വീഡിയോ വലുതൊന്നുമല്ല, ഇത്ര ആക്കുന്നുള്ളൂ കേട്ടോ. സോ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സെർവറിൽ കയറേണ്ട ലിങ്ക്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും.